നമസ്കാരം, ഞാൻ ദീപിക ഗിരി. മൂവാറ്റുപുഴ ആസാദ് പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ധാരാളം വിദ്യാർത്ഥികൾ നമ്മുടെ ലൈബ്രറിയിൽ പഠനത്തിനും റെഫറൻസിനുമായി വരാറുണ്ട്. ഐ വിറ്റ്നസ് എന്ന യൂട്യൂബ് ചാനലിൽ ശ്രീ മാർട്ടിന്റെ നേതൃത്വത്തിൽ ചില പുസ്തകങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആസാദ് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി ശ്രീ ഷാജു പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം, ഞാൻ TR ഷാജു, പിഴക്കാപ്പള്ളി ആസാദ് പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്. ആസാദ് ലൈബ്രറി ഇന്ന് മൂവാറ്റുപുഴ താലൂക്കിലെ റഫറൻസ് ലൈബ്രറിയാണ്. ഈ ലൈബ്രറി 1968 ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് കൂടിയായ ശ്രീ PN പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ലൈബ്രറിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും ഒക്കെയായ മൗലാന അബുൽ കലാം ആസാദിൻ്റെ നാമധേയത്തിലാണ് ഈ ലൈബ്രറി ആരംഭിച്ചത്. 1978 ഈ കെട്ടിടം ഇവിടെ സ്ഥലം വാങ്ങിച്ച് പണിത് പ്രവർത്തനം ആരംഭിച്ചത്. 25 വർഷക്കാലം പ്രവർത്തനം നിന്നുപോയ ലൈബ്രറി 2010 വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് മൂവാറ്റുപുഴ താലൂക്കിലെ ഏറ്റവും മികച്ച ലൈബ്രറികളിൽ ഒന്നാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇന്ന് മൂവാറ്റുപുഴ താലൂക്കിലെ റഫറൻസ് കേന്ദ്രം കൂടിയാണിത്. ഇവിടെ മൂവാറ്റുപുഴ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നു. ഇവിടെ നിന്നും PSC ക്ലാസ്സുകൾ വഴി നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടി പോയിട്ടുണ്ട്. ഇതെല്ലാം ഒരു സന്തോഷകരമായ കാര്യമാണ്. ശ്രീ മാർട്ടിൻ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലാണ് ഐ വിറ്റ്നസ് സ്റ്റുഡിയോ. ഈ ചാനൽ വഴി ഇന്ന് നമ്മുടെ വായനശാലയിലെ ചില പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി പരമ്പരയായിട്ട് ആരംഭിക്കുകയാണ്. ഞാൻ മുമ്പ് വായിച്ചതും എൻ്റെ വായനയിലേക്ക് നയിച്ചതുമായ പുസ്തകങ്ങളെ ഞാനിവിടെ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ പുസ്തകം മലയാളത്തിലെ മഹാനായ സഞ്ചാര സാഹിത്യകാരൻ SK പൊറ്റക്കാടിൻ്റെ സിംഹഭൂമി എന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ ഹൈസ്കൂൾ പഠനകാലത്ത് എൻ്റെ 8ാം ക്ലാസ്സിൽ ഇതിൻ്റെ സിംഹം എന്ന അധ്യായം 46ാമത്തെ അധ്യായം ഒരു പാഠമായി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ പുസ്തകം പിന്നീട് കണ്ടെത്തി വായിക്കുന്നത്. ഏകദേശം ഞാൻ ഗൗരവമായിട്ട് പുസ്തകം വായന തുടങ്ങിയതിന് ശേഷം ആദ്യമായി വായിച്ച ഒരു പുസ്തകമാണ് സിംഹഭൂമി. ഇന്ന് വലിയ അത്ഭുതമൊന്നും അല്ലെങ്കിലും 1968 കാലഘട്ടത്തിൽ ഈ പുസ്തകം ആഫ്രിക്കയിൽ പോയി ഒരു മലയാളി പോയി കാടും മേടും എല്ലാം സഞ്ചരിച്ച് കപ്പലും കടന്ന് തടാകങ്ങൾ കടന്ന് ഇതിനെക്കുറിച്ചും അന്നത്തെ ഗോത്ര ജനതയെ കണ്ട് സംസാരിച്ച് ഈ പുസ്തകം തയ്യാറാക്കിയത് വലിയ അത്ഭുതമായിരുന്നു. ഇന്നത്തെ പോലെ ഒരു യാത്രാ സൗകര്യം ഇല്ലെന്ന് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. SK പൊറ്റക്കാട് പോയ കാലത്ത് അവിടുത്തെ ഗോത്ര വിഭാഗം നമ്മളെ ആക്രമിക്കാനും വേണമെങ്കിൽ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്താനും ഒക്കെ സാധ്യതയുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ആഫ്രിക്കയിലെ എത്നിക് ഗോത്രങ്ങളുടെ ഇടയിലേക്ക് അപരിചിതനായ ഒരാൾ ചെല്ലുമ്പം അവരെ ഒരു ശത്രുവായി കണക്കാക്കാനും അവരെ കീഴ്പ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നൊരു കാലഘട്ടത്തിലാണ് SK പോയത്. ഇന്നിപ്പോൾ നിരവധി യൂട്യൂബ് ചാനൽ, പിന്നീട് ബഹുമാനായ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പോയത് ഒരുപാട് സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിലാണ്. നിരവധി ആളുകൾ, മലയാളികളൊക്കെ പോകുന്നുണ്ട്. അപ്പം അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ച ആവേശത്തിൽ പിന്നീട് ഈ ഒരു ലൈബ്രറിയിൽ പ്രവർത്തകനായതിനു ശേഷം അംഗത്വമൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ പുസ്തകം ആദ്യം വായിക്കുന്നത്. ഈ പുസ്തകം വായിച്ചതിന് ശേഷം പിന്നീട് SKയുടെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം അന്ന് എൻ്റെ 16ാമത്തെ വയസ്സിലാണ് ഇത് പുസ്തകമായിട്ട് വായിക്കുന്നത്. ഇത് അദ്ദേഹം കിഴക്കൻ ആഫ്രിക്കയിലൂടെയാണ് യാത്ര ചെയ്തത്. അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ ഈജിപ്റ്റ്, മസായി മാറ, കെനിയ, ദക്ഷിണാഫ്രിക്ക വരെയുള്ള സ്ഥലങ്ങളാണ് സഞ്ചരിച്ചത്. ഉഗാണ്ടയിൽ അദ്ദേഹം സഞ്ചരിച്ചു. അതിൽ കെനിയയിലെ മസായി മാറ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും 10 ലക്ഷത്തോളം വന്യജീവികൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു വലിയ സ്ഥലമാണ് മസായി മാറ. അന്ന് ഇത് വായിച്ചപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയധികം ജന്തുജാലകങ്ങൾ ഒരു മൈതാനം പോലത്തെ സ്ഥലത്ത് ഒന്നിച്ചു കൂടും എന്നുള്ളത് അന്ന് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ SKയുടെ അപാരമായ ഭാഷാ സൗന്ദര്യം കൊണ്ട് ഇതെല്ലാം മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞു.
പിന്നീട് സന്തോഷ് ജോർജ് കുളങ്ങര സഫാരിയിലെ സഞ്ചാരം പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എസ് കെയിലൂടെ വരച്ചു കൂട്ടിയ ചിത്രങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ലെന്നുള്ളത് സത്യമാണ്. അതുപോലെ മണിയാറ തടാകം അത് ഇന്ന് വേറെ രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഞാൻ ആ പുസ്തകം വായിച്ച ഓർമ്മയിലെന്ന് എസ് കെ പൊറ്റക്കാടിൻ്റെ പാസ്പോർട്ടിൽ എസ് കെ പൊറ്റക്കാടൻ എന്നാണ് അന്ന് അവരെ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇത് ഇന്ന് നോക്കുമ്പോൾ ഇന്ന് നമ്മളവിടെ ചെന്ന ഈ സാഹചര്യങ്ങളൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ടാവും. എങ്കിലും എസ് കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ആഫ്രിക്കയിലെ വന്യമായ മൈതാനക്കാടുകളിൽ ഇനിയും പതിറ്റാണ്ടുകളോളം ഈ സിംഹവും ഹൈനയും കഴുതപ്പുലിയും എന്ന് പറയുന്ന ഹൈന, പിന്നെ കുതിരമാൻ എന്ന് പറയുന്ന മാൻവർഗത്തിലുള്ള സാധനങ്ങൾ, സീബ്രകളെല്ലാം മതിച്ചു വാഴുന്നു. വലിയ കടന്നുകയറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും വന്യജീവികൾ നിലനിൽക്കുന്ന ഒരു ഒരു ഭൂഖണ്ഡം ആഫ്രിക്ക തന്നെയാണ്. ആഫ്രിക്കയിൽ കുറേ രാജ്യങ്ങളൊക്കെ വികസിച്ചിട്ടുണ്ട്. ഇപ്പം ദക്ഷിണാഫ്രിക്ക വലിയ വികസനത്തിലേക്ക് പോയി. എന്നാൽ ഉഗാണ്ടയും നെമീബിയ അങ്ങനെയുള്ള രാജ്യങ്ങൾ, കെനിയ നിങ്ങൾക്കറിയാലോ, ദനിയയിലെ ദാറുസലാമിലൊക്കെ അദ്ദേഹം പോയതും അവിടുത്തെ ആളുകളുടെ ആ ഒരു ഒട്ടും കൃത്രിമമില്ലാത്ത സ്നേഹം പങ്കിട്ടതൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉഗാണ്ടയിൽ വലിയൊരു തടാകം കടന്നു പോകുമ്പം അവിടെ രാത്രി കാലത്ത് ഒരു ഈച്ചകൾ വന്ന് കടിക്കുകയും നമ്മളൊരു ഉറക്കു രോഗത്തിലേക്ക് പോവുകയും ചെയ്യും. അത് മരണത്തിലേക്കാണ് നമ്മളെ തള്ളിവിടുന്നത്. അതിന് അദ്ദേഹം അന്ന് സ്ലീപ്പിംഗ് ഫീവർ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പുസ്തകം പിന്നീട് പലപ്പോഴും വായിക്കണം എന്ന് വിചാരിച്ചാലും മറ്റ് പുസ്തകങ്ങളെല്ലാം വന്നപ്പോൾ അത് സൗകര്യപൂർവ്വം കയ്യിൽ നിന്ന് പോയി. ലൈബ്രറിയിൽ ഇതിൻ്റെ കോപ്പി ഉണ്ട്. ഈ പുസ്തകം ഒരു യാത്രാ വായന ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഏറ്റവും റെഫർ ചെയ്യാൻ പറ്റിയ പുസ്തകങ്ങളൊന്നാണ് പൊറ്റക്കാടിൻ്റെ സിംഹഭൂമി. അദ്ദേഹം 1982 അന്തരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് രണ്ടാമത് ഇന്ത്യയിൽ ജ്ഞാനപീഠം കിട്ടിയ ഏറ്റവും മഹാനായ മലയാള സാഹിത്യകാരനാണ്. ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ പുരസ്കാരം ലഭിക്കുന്നത് തന്നെ മലയാളത്തിൻ്റെ മഹാനായ കവി ജി ശങ്കരക്കുറുപ്പിനാണ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുടലിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടിയത്. പിന്നീട് ജ്ഞാനപീഠം അവാർഡ് മലയാളത്തിന് വരാൻ വൈകി. 1980 എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് അവാർഡ് ലഭിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാഹിത്യകൃതികളും അതിലേക്ക് പരിഗണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എസ് കെ പിന്നീട് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഇലക്ഷൻ മത്സരിച്ച് ജയിച്ച് പാർലമെൻറ്റ് അംഗമായിട്ടുണ്ട്. അദ്ദേഹം പരാജയപ്പെടുത്തിയത് നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ നിരൂപണ സാഹിത്യത്തിലെ ശ്രേഷ്ഠനായ സുകുമാർ അഴീക്കോടിനെയാണ്. ഈ തോറ്റതുകൊണ്ടും ജയിച്ചതുകൊണ്ടും രണ്ടുപേരുടെയും മഹത്വത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നും ഞാൻ ആലോചിക്കുമ്പം ഇത്രയും നല്ലൊരു യാത്രാ വിവരണം എഴുതിയ ഒരു സാഹിത്യകാരൻ നമ്മുടെ മലയാള ഭാഷയിലോ ഇന്ത്യയിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നൊരു മറ്റൊരു പുസ്തകമാണ് പോൾ സക്രിയയുടെ ആഫ്രിക്കൻ യാത്ര. തീർച്ചയായിട്ടും ഈ യാത്രാ വിവരണ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുള്ള ആളുകൾ എസ് കെയിൽ നിന്ന് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു പക്ഷം. അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സിംഹഭൂമി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പുസ്തകം പോൾ സക്രിയയുടെ ആഫ്രിക്കൻ യാത്രയാണ്. ഈ എസ് കെ പൊറ്റക്കാട് പോയ വഴികളിലൂടെ 4 പതിറ്റാണ്ടിന് ശേഷം സക്രിയ സഞ്ചരിച്ച പുസ്തകമാണ്. ആ പുസ്തകം ഈ ലൈബ്രറിയിലുണ്ട്. പക്ഷേ അത് മറ്റൊരു വായനക്കാരൻ കൊണ്ടുപോയിരിക്കുന്ന തൽക്കാലം കാണിക്കുന്നതിന് അസൗകര്യമുള്ള ഒരു കാര്യം അറിയിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഫ്രിക്കയുടെ വന്യമായ ഒരു കാലത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു പഴയ സങ്കല്പങ്ങളെക്കുറിച്ച്, ഗൃഹാതുരതയിലേക്കെല്ലാം പോകാൻ ഈ പുസ്തകം കൊണ്ട് കഴിയും. ഈ പുസ്തകം കാലാതിവർത്തിയായ ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം ഇന്ന് നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ തരും. ഈ പുസ്തകം വായിച്ചതിന് ശേഷം മറ്റ് വിഷ്വൽ ട്രാവലോഗുകൾ കാണുന്നതോടുകൂടി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സങ്കല്പങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ പുസ്തകം എല്ലാവരും വീണ്ടും വീണ്ടും വായിക്കാൻ ശ്രമിക്കണമെന്നും, ഇവിടെ വരികയാണെങ്കിൽ, ആസാദിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ഈ പുസ്തകം എടുത്ത് വായിക്കാവുന്നതേ ഉള്ളൂ. അംഗങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനും അല്ലാത്ത ആളുകൾക്ക് റെഫർ ചെയ്യാനും സൗകര്യമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വായിച്ചതിൽ, എൻ്റെ ജീവിതത്തിൽ ആദ്യം വായിച്ച ഏറ്റവും നല്ല പുസ്തകമാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ സിംഹഭൂമി. കെ എ ബീനയുടെ ബീന കണ്ട റഷ്യ എന്ന പുസ്തകമാണ്. ഈ പുസ്തകം വളരെ ചെറിയൊരു പുസ്തകമാണ്. 60 രൂപയാണ് വിലയുള്ളൂ. ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടാനുള്ളൊരു കാര്യം,
റഷ്യ എന്ന് പറയുന്നത് ഏതൊരാളുടെയും മനസ്സിനെ മതിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. 1917 റഷ്യൻ വിപ്ലവം, ലെനിൻ, സ്റ്റാലിൻ, മോസ്കോ, ലെനിൻഗ്രാഡ്, ഇതൊക്കെ നമ്മളെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. റഷ്യൻ സാഹിത്യകൃതികളായ എത്രയോ പുസ്തകങ്ങളാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ട്. നമ്മുടെ ലൈബ്രറി തന്നെ നിരവധിയായ റഷ്യൻ നോവലുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാക്സിം ഗോർക്കിയുടെ അമ്മ ഇവിടെ ഉള്ളൊരു പതിപ്പാണ്. അത് തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. അപ്പം എൻ്റെ കൗതുകപ്പെടുത്തിയ കാര്യം, ഈ പുസ്തകം എഴുതുമ്പോൾ ബീനയുടെ പ്രായം 13 വയസ്സാണ്. അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗമായ ഓൾ ഇന്ത്യ യുവജന ഫെഡറേഷൻ്റെ ഒരു ഉപസംഘടനയായ ബാലവേദിയുടെ പ്രവർത്തകയായ ബീന ഇപ്പോഴത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒക്കെ ചേർന്ന് അന്ന് അവരുടെ ഒരു പാർട്ടി പരിപാടിയാണെങ്കിൽ കൂടി അതിൻ്റെ ഭാഗമായി റഷ്യയിലേക്ക് ആർത്തേക്കിലേക്ക് നടത്തിയ ഒരു യാത്രയാണിത്. ഞാനിത് പലവട്ടം വായിച്ചു. കാരണം നമ്മുടെ ഇവിടുത്തെ ബാലവേദി കുട്ടികൾക്കൊക്കെ പലപ്പോഴും വായിക്കാൻ കൊടുത്തിട്ടുള്ളതാണ്. ഈ പുസ്തകം തന്നെ ഇവിടെ 4 പതിപ്പുകളുണ്ട്. ഒരു 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ എഴുതാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമായിട്ടാണ് ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 13 വയസ്സിലൊക്കെ ഒരു പുസ്തകത്തിലെ പോയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനും പിന്നീട് അതെല്ലാം ക്രോഡീകരിച്ച് എഴുതാനും കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഈ കാര്യം ഞാൻ പിന്നീട് ബീനയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബീനയ്ക്ക് ഞാൻ ഈ പ്രത്യേക അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ബീനയുടെ അന്നത്തെ പ്രായം. ഇന്ന് ബീന പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബ്രഹ്മപുത്രയിലെ വീടൊക്കെ അടക്കം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആകാശവാണിയിലെ വലിയൊരു പ്രോഗ്രാം ഡയറക്ടർ കൂടിയാണ് ബീന. അപ്പോൾ ഇതിൻ്റെ അകത്ത് സോവിയറ്റ് യൂണിയനിൽ പോയതും അവിടെ പോയി അവരുടെ ഈ ആർത്തേക്ക് സ്ഥിരം ക്യാമ്പാണ്. ലോകത്തു നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നും റഷ്യൻ ഗവൺമെൻറ് ഇങ്ങനെ യുവാക്കളെയും യുവതികളെയും ഒക്കെ കൊണ്ടുവന്ന് അവിടുത്തെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കുകയും സോവിയറ്റ് പൈതൃകവും ലോകത്തുള്ള സാഹോദര്യമൊക്കെ മനസ്സിലാക്കി കൊടുത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ റഷ്യ ഇന്നില്ല. അപ്പോൾ അതാണ് ഈ പുസ്തകം. ഇനിയിപ്പോൾ ഇന്നൊരാൾ എത്ര പണമുണ്ടെങ്കിലും എത്ര സൗകര്യമുണ്ടെങ്കിലും ആർത്തേക്കിൽ ഈ ക്യാമ്പിലൊന്ന് പോകാമെന്ന് വെച്ചാൽ ആർത്തേക്ക് ക്യാമ്പില്ല. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ പഴയ USSR ഇല്ല. ഇന്ന് റഷ്യ മാത്രമേ ഉള്ളൂ. അപ്പം ഈ അങ്ങനത്തെ ഒരു ഗൃഹാതുരമായ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാലത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ ഈ പുസ്തകത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നൊക്കെ വന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് അവർ വർഷങ്ങൾക്ക് ശേഷം അവർ ഡോക്ടറായി. പക്ഷെ അവരുടെ വേഷഭൂഷാദികളിലൊക്കെ ഒരു മാറ്റം വന്നു. അതായത് നമ്മുടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇടപെടലോടുകൂടി ഈ ക്യാമ്പിൽ പങ്കെടുത്ത മറ്റൊരു പെൺകുട്ടി, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവർ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്നതാണ്. അവരിന്ന് ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുമ്പം വലിയ പർദ്ദയുടെയൊക്കെ മൂടുപടത്തിൻ്റെ ഉള്ളിലാണ്. അത് ലോകത്തെല്ലായിടത്തും ആ മാറ്റം വന്നിട്ടുണ്ട്. അന്ന് ഏറ്റവും സ്വതന്ത്രമായിട്ടും ഉല്ലാസവുമായിട്ടും നടന്ന ഒരു പ്രദേശത്തെ ആളുകളെല്ലാം മതത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് മാറിയ ഒരു വേദനാജനകമായ കഥ കൂടി ഈ ബീനയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരു തുടർ വായനയിൽ കിട്ടുന്നുണ്ട്. ബിനോയ് വിശ്വവും ആ സംഘാംഗങ്ങളെല്ലാം അവിടെ കഴിച്ചുകൂട്ടിയ നാളുകളെക്കുറിച്ച് ഏറ്റവും ഹൃദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് വിവരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പഴയ സോവിയറ്റ് യൂണിയനെക്കുറിച്ചും അവിടുത്തെ സംവിധാനങ്ങളെക്കുറിച്ചും അവിടുത്തെ സാംസ്കാരികമായ വൈവിധ്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ എന്നും കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് റഷ്യ, പ്രത്യേകിച്ച് അതിൻ്റെ തലസ്ഥാനമായ മോസ്കോയും ലെനിൻഗ്രാഡും എല്ലാം. തീർച്ചയായിട്ടും ഈ പുസ്തകം കുട്ടികളൊക്കെ വായിക്കേണ്ടതാണ്. മുതിർന്നവർക്ക് വായിച്ചാലും ഒരു തെറ്റും വരാനില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. അത് നിങ്ങൾക്ക് കൂടുതൽ നല്ല അനുഭവങ്ങൾ തരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മൾ വീണ്ടും പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പുസ്തകം മണി കാക്കരയുടെ ഹരിദ്വാറിൽ നിന്നും കൊണാർക്കിലേക്ക് ഒരു ഭാരത ദർശൻ യാത്രാനുഭവം എന്ന പുസ്തകമാണ്. ഈ പുസ്തകം എല്ലാവർക്കും കാണാം. അധികം വിലയൊന്നുമില്ല. 170 രൂപ മുഖവിലയുള്ള പുസ്തകമാണ്. ഈ മണി കാക്കര ഒരു ചിത്രകലാ അധ്യാപകനാണ്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ യാത്രകളെക്കുറിച്ചൊക്കെ എൻ്റെ സങ്കല്പങ്ങളൊക്കെ ഉള്ള കാലത്ത് ചിന്തിക്കുമ്പം SKയുടെയൊക്കെ പുസ്തകം വായിച്ചാണ് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയത്. പിന്നീട് എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ളതാണോ, എൻ്റെ ചിന്ത ഭ്രാന്തമാണോ എന്നൊക്കെ. പക്ഷെ വലുതായപ്പോഴാണ് മനസ്സിലായത് ഈ യാത്രയെ വലിയ പാഷനായിട്ട് കരുതിയ ആളുകളെല്ലാം
ഒരുപാട് കാശ് മുടക്കിയും അല്ലാതെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെന്ന്. പിന്നീട് വളരെ വലുതായതിനു ശേഷമാണ് മനസ്സിലായത് 1 രൂപ പോലും മുടക്കാതെ റോഡിലേക്ക് ഭാണ്ഡക്കെട്ടുമായിട്ട് ഇറങ്ങിയെന്ന് വണ്ടികളൊക്കെ കൈ കാണിച്ച് യാത്ര ചെയ്യുന്ന രീതിയുണ്ട്. സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. സൈക്കിളിൽ ഇന്ത്യ മുതൽ സിംഗപ്പൂർ വരെ യാത്ര ചെയ്ത മലയാളികളുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന റെയിൽവേ വഴി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു യാത്രാ പദ്ധതിയാണ് ഭാരത് ദർശൻ യാത്ര. അതിന് കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് 10,000 രൂപ മുതൽ 16,000 രൂപ വരെയൊക്കെ ആയിരുന്നു എന്നാണ് ഓർമ്മ. ഈ കോവിഡ് പാൻഡമിക് വന്നതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ചാർജ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ഈ ചിത്രകലാ അധ്യാപകനായ മണി കാക്കരെ ഈ കേരളത്തിൽ നിന്നും ഹരിദ്വാർ വരെ പോയ ഒരു ഭാരത് ദർശൻ യാത്രയുടെ വിവരങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഈ ഭാരത് ദർശൻ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഈ പുസ്തകം വായിക്കുമ്പം ആ യാത്രയിൽ പങ്കെടുത്ത ഒരു അനുഭവം കിട്ടും. അപ്പോൾ ഈ യാത്രയിലുണ്ടാകുന്ന അനുഭവങ്ങൾ, അതിലുണ്ടാകുന്ന സൗഹൃദങ്ങൾ പിന്നീട് അടുത്ത വർഷവും ഈ യാത്രയിൽ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചില ആളുകളെല്ലാം പറയുന്ന ട്രെയിൻ യാത്ര വിരസമാണെന്ന് പറയുന്ന നിരവധി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടുള്ള യാത്ര ട്രെയിൻ യാത്ര തന്നെയാണ്. അത് സെക്കൻഡ് ക്ലാസ് യാത്രയായിരുന്നു ആദ്യകാലത്ത് ഇഷ്ടം. ഇപ്പോൾ അത് തേർഡ് AC അത് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയിൽ നമുക്ക് വർത്തമാനം പറയാനും ഒക്കെ ഒരു 5-ൽ താഴെയോ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ട്രെയിൻ യാത്ര. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഭാരത് ദർശൻ യാത്രയൊക്കെ ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് ഈ യാത്ര തുടങ്ങി തമിഴ്നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രമൊക്കെ കണ്ട് നമ്മുടെ റാംബോജി ഫിലിം സിറ്റിയെ കണ്ടാണ് ഇത് പോകുന്നത്. ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നടക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായ ആര്യവർത്തം എന്ന് പറയുന്ന ഗംഗ യമുന ബ്രഹ്മപുത്രയുടെ നദീതടങ്ങളിലാണ്. അവിടെയാണ് വാരണാസി, അലഹബാദ് തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം ഉള്ളത്. അവിടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും സഞ്ചരിച്ചും പഠിച്ചുമാണ് മണി യാത്ര പോകുന്നത്. പിന്നെ അവസാനം ഹരിദ്വാറിലേക്ക്. ഇന്ത്യൻ ആത്മീയതയുടെ കേന്ദ്രമാണ് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഹരിദ്വാറും ഋഷികേഷുമെല്ലാം. ഇന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഇന്ന് എല്ലാ ആഴ്ചയിൽ ഒരിക്കൽ യോഗനഗരി ഋഷികേഷിൽ നിന്ന് ട്രെയിൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന പീഠങ്ങളായ അളകനന്ദ അങ്ങനെയുള്ള ഗംഗയുടെ ഉത്ഭവസ്ഥാനങ്ങളിലേക്ക് പോകാൻ കഴിയുന്നതാണ്. ഇത് തീർച്ചയായിട്ടും ഈ പെട്ടെന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്യാത്ത ആളുകൾക്ക് എങ്ങനെയായിരിക്കും അവിടെയെല്ലാം എന്ന് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് പ്രസിദ്ധ സാഹിത്യകാരനായ സുരേന്ദ്രനാണ്. അതോടൊപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് കാരിക്കേച്ചറുകൾ ഒരു ചിത്രകലാ അധ്യാപകനായതുകൊണ്ട് തന്നെ മണി വരച്ചു ചേർത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ML ജോണി ഒരു വലിയ ചിത്രകാരനാണ്, ഒരു ആമുഖം എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും വായിച്ചാൽ നമുക്ക് ഈ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കാനും ട്രെയിൻ യാത്ര പ്രത്യേകം ഒരു തലത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും യാത്രകളെ ഇഷ്ടപ്പെടുവിൻ. പ്രത്യേകിച്ച് ട്രെയിൻ യാത്ര ഏറ്റവും മനോഹരമാണെന്ന് കാണിച്ചു തരുന്ന ഒരു ഒന്നാന്തരം പുസ്തകമാണ് ഈ മണി കാക്കരയുടെ ഹരിദ്വാറിൽ നിന്നും കൊണാർക്കിലേക്ക് എന്നുള്ള പുസ്തകം. ഈ പുസ്തകം ഒരിക്കൽ കൂടി ഇത് ക്ലോസ് ഷോട്ടായിട്ട് കാണിക്കുകയാണ്. ഇത്രയും നേരം ഈ പരിപാടി കണ്ടതിൽ വളരെയധികം സന്തോഷം. പുസ്തക വായന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇത്രയും കൂടിയ ഈ സാഹചര്യത്തിൽ ഈ ചാനലിലൂടെ വായനയിലേക്ക് കൂടുതൽ പേരെ അടുപ്പിക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ സഹകരണം ആവശ്യമാണ്. ലൈക്ക് ബട്ടൺ അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി.